മാമ, മാക്കുവിന് വേണ്ടി ഞാൻ മാമനോട് ക്ഷമ ചോദിക്കാം. അതിനൊന്നും ആവശ്യമില്ല മക്കളെ. അപ്പൂന് വിഷമായ? വിഷമൊന്നുമല്ല മക്കളെ. പക്ഷേ അവ അങ്ങനെ പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല മക്കളെ. മാമ, മാക്കുവിന്റെ സ്വഭാവം അറിയാലോ. ദേഷ്യം വന്നാ പിന്നെ കണ്ണും മൂക്കും ഒന്നും കാണത്തില്ല. ഫോട്ടോ എന്റെ മോൻ പറയും പോലെ ഞാൻ വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഇതാണ് പറഞ്ഞത്. വയസ്സായി കഴിഞ്ഞാലേ പറയേണ്ടതേ പറയാവൂ, ചെയ്യേണ്ടതേ ചെയ്യാവൂ. ഇത് എനിക്കൊരു പാഠമായി മാറി. അപ്പു ചുമ്മാ സെന്റ് അടിക്കല്ലേ? അപ്പു ഉണ്ടായിരുന്ന സെന്റ് അല്ലേ മക്കളെ, എൻ്റെ ചെറുപ്രായത്തിലെ പണ്ട് സിറ്റിയിൽ പോയാലേ കാറുകളെ കാണാൻ പറ്റും. കാറ്, ജീപ്പ് ഇതൊക്കെ കാണാൻ പറ്റും. അന്ന് ഈ കാർ എന്താണെന്നും ഏതാണെന്നും അപ്പൂപ്പൻ അറിഞ്ഞൂടല്ലോ. കൊച്ചിലെ സിറ്റിയിൽ പോയപ്പോൾ ഒരു ദിവസം അപ്പൂപ്പൻ ഒരു കാറ് കണ്ടു. നോക്കിയിട്ട് അപ്പൂപ്പ അതിൽ വിരൽ വെച്ചൊന്ന് തൊട്ടു നോക്കിയപ്പോ അതിന്റെ മുതലാളി കണ്ടിട്ട് എന്നെ ഇനി പറയാൻ ഒന്നുമില്ല. അവരൊക്കെ വലിയ പണക്കാരല്ലേ മക്കളെ, നമ്മൾക്ക് പണവുമില്ല, ഒന്നുമില്ല. പള്ളി ചെരുപ്പ് വിട്ട് നമ്മളങ്ങ് നടക്കുകയില്ലേ. അവർ പറഞ്ഞു അത്രയും കേട്ടു. അന്നും ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഭഗവാനെ നമുക്കും പൈസ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ വാങ്ങിക്കാലോ. അതേപോലെ നമ്മൾ പറയേണ്ടതേ പറയാവൂ, ചെയ്യേണ്ടതേ ചെയ്യാവൂ. ഇത് എനിക്കൊരു പാഠമാണ് മക്കളെ. മാമ, എല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. അയ്യോ എന്റെ മക്കളെ, എന്റെ മനസ്സിലൊന്നുമില്ല. ഞാൻ എല്ലാം കളഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, രാമുവിനെ പോലെയാണ് ഞാൻ അവനെ നോക്കണം. ഞാൻ എല്ലാം കളഞ്ഞു. ഒരു കാര്യം, എനിക്ക് ശകലം ക്ഷീണമുണ്ട് മക്കളെ. ഞാൻ ഇവിടെ കിടക്കാം, നിങ്ങളകത്തോട്ട് പോ മക്കളെ. ചായ എന്തേലും വേണോ? ഒന്നും വേണ്ട മക്കളെ, ഞാൻ വേണമെങ്കിൽ വരാം. ശരി. അതെ മണിക്കുട്ടാ. അതെ ചേട്ടാ, ഇങ്ങോട്ട് നോക്കിയേ. മാമനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു കേട്ടോ, തെറ്റായിപ്പോയത്. അതെ, അതാണ് എൻ്റെ അഭിപ്രായം. മാമൻ പറഞ്ഞത് നിങ്ങളും കേട്ടായിരുന്നല്ലോ. മാമൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്നും പറഞ്ഞ് ചേട്ടൻ തിരിച്ച് മാമനോട് ഇങ്ങനെ പറയാൻ പാടില്ല. അതെന്താണെന്നറിയുമോ, മണിക്കുട്ട ഈ നേപ്പാളിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായി. അപ്പൊ ആ വിഷമത്തിലാണ് മാമ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇത്രയും പ്രായമുള്ള ആളല്ലേ. ആണോ? എന്റെ നേപ്പാളി പോക്ക് മുടങ്ങി, ഗൂർഖ ട്രെയിനിങ് മുടങ്ങി. എനിക്ക് ഇതിനകത്തൊക്കെ വലിയ സങ്കടമുണ്ട്. അപ്പൊ ഒരവസ്ഥയിലും അങ്ങനെ അത് സന്തോഷിക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞപ്പോ എന്റെ കൺട്രോൾ പോയി. ചേട്ടാ, ചില വാക്കുകൾ ചില സമയത്ത് ഉപയോഗിക്കുമ്പോണ്ടല്ലോ മറ്റുള്ളവരെ മനസ്സിൽ അത് എത്ര മുറിവുണ്ടാക്കുന്നുള്ള നമ്മളും കൂടെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇത്തരം കാര്യങ്ങൾ വരുമ്പോ എന്റെ കൺട്രോൾ പോവുക. എനിക്ക് കുറച്ചു നേരം ഒന്ന് സമാധാനമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കണം. ഞങ്ങൾ ശല്യമായോ? നമ്മളാണ് ഇപ്പൊ പ്രശ്നക്കാരല്ലേ? നോക്ക് പറയണേട്ടോ. നോക്ക് മണി, നീ നിർത്ത്. നീയും കൂടെ തുടങ്ങണ്ട. നില്ലേ അതെ, മണിക്കൂട്ടം ഒറ്റയ്ക്ക് ഇരിക്കും. കുറച്ചു നേരം ഒന്ന് കൂളായിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുക. ഓക്കെ, നമുക്ക് പോയേക്കാം. നമ്മൾ പറയണ്ട. മണിക്കൂട്ടം ഇരിക്കട്ടെ. വാ, നീ വാ. ചേട്ടാ, എന്തോന്ന് ഇരിപ്പത്? മാക്കു, എന്തെങ്കിലും ഒന്ന് പറ. മണിക്കൂട്ടാ, മണിക്കൂട്ടാ നോക്ക്, ഈ ന്യൂസ് നോക്ക്. കുളത്തുപുഴയിൽ നടന്ന സംഭവം നോക്ക്. കുളത്തൂപ്പുഴയിൽ നിന്നാണ് ഇവരെ പോലീസിന് രക്ഷിക്കാനായത്. നേപ്പാളിലേക്ക് ഗൂർഖ ട്രെയിനിങ് എന്ന വ്യാജേനയാണ് 5ഓളം ആളുകളെ ഇവർ കടത്തിക്കൊണ്ടുപോയത്. ഇവരെ അസാമിലേക്ക് നരബലിക്കായാണ് കൊണ്ടുപോയതെന്ന് പദ്ധതിയുടെ മുഖ്യ സൂത്രധാരൻ അരുൺ നായികിൽ നിന്നും പോലീസിന് കിട്ടിയ വിവരം. ഇതിനു മുമ്പും ഏകദേശം 10ഓളം ആളുകളെ ഗൂർഖ ട്രെയിനിങ് എന്ന വ്യാജേന അസാമിലെ ഉൾനാടൻ പ്രദേശത്തെ ആഭിചാര ക്രിയകൾക്കും നരബലി നടത്തുവാനും കൊണ്ടുപോയത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഭഗവതി, മാമ അത് തുറന്ന് കേട്ടല്ലോ. ഗൂർഖ ട്രെയിനിങ് ഇതിനല്ലേ പോകാൻ വേണ്ടിയിരുന്നത്? നിനക്ക് വല്ലതും പറയണ്ട. ഇതാണ് പറഞ്ഞത്, എല്ലാം നല്ലതിനെന്ന്. മാമനോട് ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഏതാണ്ടൊക്കെ വിളിച്ച് പറഞ്ഞു. മാമൻ എന്നോട് ക്ഷമിക്കണം. അതിലൊന്നും കാര്യമില്ല, അതൊക്കെ ഞാൻ കളഞ്ഞു. അല്ല മാമ, അതേ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ കിട്ടത്തില്ല മാമ. ഞാൻ പറയുന്നത് എന്താന്ന് പോലും എനിക്ക് തിരിച്ചറിയത്തില്ല. സാരമില്ല. അല്ല മാമനോട് ദേഷ്യം വല്ലതും ഉണ്ടോ? എനിക്ക് ഒരു ദേഷ്യവും ഇല്ല നിന്റെ അടുത്ത്.
നീ കളന്നെ. ശരിക്കും പറഞ്ഞാലേ ഉം. അറിയാത്ത കേസിന് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്ന് പിന്നെ എൻ്റെ ട്രെയിനിങ് മുടങ്ങി എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായി. ശോ, അതെ ഇതിനു മുമ്പ് ഗൂർഖ ട്രെയിനിങ്ങിന് പോയവരെ അവര് കൂർക്കയുടെ കറി വെച്ച് തിന്നാണോ അല്ലേ? ഇനിയിപ്പൊ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ആരും സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചായിരുന്നു. മാല പൊട്ടിച്ചവനെ പൊക്കിയിട്ടുണ്ട്. പിന്നെ വണ്ടി മോഷ്ടിച്ചത് അവനാന്ന് സമ്മതിക്കുകയും ചെയ്തു. ഔ, രക്ഷപ്പെട്ട്. അല്ല അതിപ്പോ ശ്രീകുട്ടി ഉള്ളപ്പോ എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. പക്ഷെ രാവിലെ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല കേട്ടോ കൂർക്കേ.